സോ ഗൈസ്, മുറി ഫുൾ അലമ്പായി കിടക്കുവാണ്. ഒരു 2-3 ദിവസമായി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് റൂം ക്ലീൻ ചെയ്താലോ? വായോ. നമ്മുടെ എല്ലാവരുടെ റൂമിൽ ഇത് ഇങ്ങനത്തെ ഒരു കസര കാണും. ഇത് പഠിക്കാനോ ഇരിക്കാനോ ഉള്ളതല്ല. ഇത് നമുക്ക് തുണി ഇങ്ങനെ കൂമ്പാരമായിട്ട് കൂടിടാനുള്ളതാണ്. ഇത് അലക്കിയതാണോ ഇല്ല, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതുപോലെ ഈ സ്പീഡിൽ തുണി മടക്കി വെക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ടൈം ലാപ്സ് ഇട്ട് നമ്മൾ മടക്കി വെച്ചു ഓൾമോസ്റ്റ്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വൃത്തിയാക്കണം. ബെഡ്ഷീറ്റ് മറ്റേ ബെഡ്. എനിക്ക് ഈ ബെഡ് വിരിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുമ്പം ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെയാണോ ഗൈസ്? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇടയ്ക്ക് കട്ടിലിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ഒരു മനസ്സിന് സുഖം. പിന്നെ നമുക്ക് പില്ലോയ്ക്കും കവറൊക്കെ ഇട്ട് അവന്മാരെ സുന്ദരക്കുട്ടപ്പനൊക്കെ അങ്ങനെ ബെഡ് വിരിച്ചു. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാം. എനിക്ക് എടുത്താൽ പോലും പൊങ്ങത്തില്ല. അത് ഒരുമാതിരിയൊക്കെ ഞാൻ വിളിച്ച് വൃത്തിയാക്കി. ഈ മേശപ്പുറത്തിൻ്റെ കോലം കണ്ടോ? ഇതെന്താണ് ഗൈസ്? അപ്പം നമുക്ക് ഇതും കൂടെ വൃത്തിയാക്കിയാലോ? വായോ ബാ. മേക്കപ്പ് സാധനങ്ങൾ വെക്കാൻ അലമാരി ഉണ്ടെങ്കിലും അത് നമുക്ക് മേശപ്പുറത്ത് വെച്ചേ ശീലമുള്ളൂ. അത് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കാം. ബുക്ക് വായിക്കത്തൊന്നുമില്ല, വെറുതെ വെക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അത് തിരിച്ചെടുത്ത് വെക്കാൻ ഞാൻ പലപ്പോഴും മറക്കാറുണ്ട്. അത് അവിടെ തന്നെ വെക്കും. തേപ്പൂട്ടി ഓർമ്മിപ്പിക്കല്ലേ. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് നമ്മൾ മേശപ്പുറം വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. നോക്കൂ, ഇപ്പം എൻ്റെ മേശപ്പുറം അടിപൊളിയായിട്ടില്ലേ? 2 ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് റൂം തൂക്കാം ഗൈസ്. റൂം തൂക്കാമെന്ന് വെച്ചെങ്കിൽ എൻ്റെ റൂമിൽ ഏറ്റവും കൂടുതൽ പൊടിയെക്കാട്ടിലും കൂടുതൽ മുടിയായിരിക്കും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മനസ്സിലാവും എന്തേരായിരിക്കും ഹെയർ ഫോൾ എന്നുള്ളത്. അങ്ങനെ മുടിയെല്ലാം തപ്പിപ്പെറുക്കി വലിച്ച് വാരി എടുത്ത് നമ്മളത് തൂത്തുകൂട്ടി കളഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് സിംഗിളായി എൻ്റെ സിംഗിൾ റൂം വൃത്തിയായി കഴിഞ്ഞപ്പോൾ ഉള്ള കോലം. ഇടയ്ക്കിടയ്ക്ക് ഇന്ന റൂം വൃത്തിയായി കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. എത്ര ദിവസത്തേക്കാണെന്നും പറയാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ വിൻഡോയിലൂടെ കാണുന്ന ആ കാഴ്ചകൾ. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.